മെയ് 25 CA ഇന്റർമീഡിയറ്റ് ലോ പേപ്പറിന് എന്താണ് അമെൻമെന്റ്സ് ഉള്ളത്? കാര്യമായിട്ട് അമെൻമെന്റ്സ് ഒന്നുമില്ല. ഇതാണ് അമെൻമെന്റ്, പിന്നെ ഇതാണ് അമെൻമെന്റ്, പിന്നെ ഇതാണ് അമെൻമെന്റ്, പിന്നെ ഇതാണ് അമെൻമെന്റ്, പിന്നെ ഇതാണ് അമെൻമെന്റ്. അപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. സാറേ, നിങ്ങളെല്ലാം നമ്മൾ മെസ്സേജ് അയച്ചപ്പോൾ പറഞ്ഞ കാര്യമായിട്ടൊന്നും സിലബസ് പോയിന്റ് ഓഫ് വ്യൂ കാര്യമായിട്ടൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ കണ്ടിട്ട് കുറേ ഉണ്ടല്ലോ. ചിൽ. നമുക്ക് ഈ അമെൻമെന്റ് ടോട്ടലി 2 പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനുണ്ട്. ഒന്ന്, എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയ അമെൻമെന്റ്സ്. വെൻ ഐ സേ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയ അമെൻമെന്റ്സ്, നിങ്ങൾ ചിലപ്പോൾ മെയ് എക്സാം എഴുതാൻ വേണ്ടി ഡയറക്റ്റ്ലി ക്ലാസ് എടുത്ത ആൾക്കാരാവാം, അല്ലെങ്കിൽ അതിൻ്റെ മുന്നത്തെ വിച്ചെവർ അറ്റംപ്റ്റ്സിൽ വേണ്ടിയിട്ട് ക്ലാസ് എടുത്ത ആൾക്കാരാവാം. ഹൂഎവർ, ടോട്ടലി ആകെ ഒറ്റ പുതിയ അമെൻമെന്റേ ഉള്ളൂ. നമ്മൾ ലേറ്റസ്റ്റ് RTPയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു അമെൻമെന്റ്. അഗെയിൻ ഭയങ്കര റെലവൻ്റുള്ള സാധനമൊന്നുമല്ല. ദാറ്റ്സ് ഇറ്റ്. പിന്നെ താഴെ പറയാൻ പോണ കാര്യങ്ങൾ ഫുള്ള് പഴയ അമെൻമെന്റ്സ്. വെൻ ഐ എം ടോക്കിംഗ് അബൌട്ട് പഴയ അമെൻമെന്റ്സ്, ഇഫ് അതായത് ഇപ്പോൾ നമ്മൾ ന്യൂ സിലബസ് വന്നതിന് ശേഷം 2 എഡിഷൻ ആയിട്ടാണ് ടെക്സ്റ്റ് വന്നത്. ഒന്ന്, നമ്മൾ ഈ കഴിഞ്ഞ സെപ്റ്റംബർ 24 എക്സാം വരെയുള്ള, ജനുവരി 25 എക്സാം വരെയുള്ള ഒരു എഡിഷൻ ഉണ്ടായിരുന്നു ടെക്സ്റ്റ്. പിന്നെ ഇപ്പോൾ മെയ് 25 പുതിയ എഡിഷൻ ടെക്സ്റ്റ് ഇറക്കി. അപ്പോൾ ഈ 2 ടെക്സ്റ്റും കമ്പയർ ചെയ്തിട്ട് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ട് അത് നമ്മൾ RTPയിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആണ് ഈ ഏരിയയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോണ സെക്കൻഡ് ഏരിയ ഓഫ് അമെൻമെന്റ്സ്, വിച്ച് ഒബ്വിയസ്ലി മെയ് 25 എക്സാമിലേക്ക് ഫ്രഷ് ആയിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ്, ക്ലാസ് എടുത്ത സ്റ്റുഡൻസിന് ഇത് റെലവൻ്റ് അല്ല. നമ്മൾ ഡയറക്റ്റ്ലി പുതിയ ടെക്സ്റ്റുള്ള പ്രൊവിഷൻസ് ആണ് പഠിപ്പിച്ചിട്ടുള്ളത്. പഴയ ആൾക്കാർക്ക് അഗെയിൻ ടെൻഷൻ അടിക്കാനൊന്നുമില്ല. എല്ലാം ഡിലീഷനാണ്, ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പഴയ ടെക്സ്റ്റിലുള്ള കുറേ സാധനങ്ങൾ ഡിലീറ്റ് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. നോക്കാം നമുക്ക്. അപ്പോൾ ഫസ്റ്റ് തന്നെ മെയ് 25 ഇന്റർ ലോ അമെൻമെന്റ്സ്. അപ്പോൾ ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ RTPയിലുണ്ട്, ICN സൈറ്റിൽ പോയ RTPയിലുണ്ട്. സ്റ്റഡി മെറ്റീരിയൽ July 24 edition applicable for May 25 exams. Study material 30th June 2024 വരെയുള്ള അമെൻമെന്റ്സ് ആ എഡിഷൻ, ലേറ്റസ്റ്റ് എഡിഷൻ ICN ടെക്സ്റ്റിൽ അപ്ഡേറ്റഡ് ആണ്. ഈ RTPയിൽ പറയുന്ന ഇതിൽ അമെൻമെന്റ് എന്തൊക്കെയാണ് കവേർഡ് ആയിട്ടുള്ളത്? അപ്പോൾ 30th ജൂൺ വരെ നമ്മുടെ ടെക്സ്റ്റിൽ കവേർഡ് ആണ്. 1st മെയ് മുതൽ 31st ഒക്ടോബർ 2024 വരെയുള്ള അമെൻമെന്റ്സ് ആണ് ഇവിടെ കവേർഡ് ആയിട്ടുള്ളത്. നമുക്ക് ഇന്ത്യയിൽ പ്രാക്ടിക്കലി വരുന്ന എല്ലാ അമെൻമെന്റ്സും നമുക്ക് സിലബസിൽ ആപ്ലിക്കബിൾ അല്ല. ICA പ്രിസ്ക്രൈബ് ചെയ്യുന്ന അമെൻമെന്റ്സ് മാത്രമേ ആപ്ലിക്കബിൾ ആവുള്ളൂ. ആൻഡ് ICA തന്നെ പറയണത് നമ്മളെ ഡ്യൂ അറ്റംപ്റ്റിന്റെ 6 മാസം മുന്നേ വരെയുള്ള അമെൻമെന്റ്സ്, വിത്തിൻ 6 months വന്ന അമെൻമെന്റ്സ് നമുക്ക് സിലബസിലില്ല, പഠിക്കാനില്ല. അതിന് മുന്നേ വന്ന അമെൻമെന്റ്സ്. അപ്പോൾ ആ കട്ട് ഓഫ് ഡേറ്റ് ആണ് ഈ 31st ഒക്ടോബർ എന്ന് പറഞ്ഞത്. 31st ഒക്ടോബർ അത് കഴിഞ്ഞാൽ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, 6 months. എക്സാമിന്റെ മന്ത് കൂട്ടൂല അങ്ങനെ. അപ്പോൾ ഈ കഴിഞ്ഞ 6 മാസം, ഈ മെയ് എക്സാമിന് കഴിഞ്ഞ 6 മാസം ഇടയിൽ വന്ന അമെൻമെന്റ്സ് ആപ്ലിക്കബിൾ ആവില്ല. അതിന് മുന്നേ അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലാകെ നമ്മൾ ഫോറിൻ കമ്പനി ഉണ്ടല്ലോ, കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ചാപ്റ്റർ നമ്പർ 22, അതിൽ സെക്ഷൻ 380 കുറേ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ നമ്മൾ ROCക്ക് കൊടുക്കാനുണ്ടായിരുന്നു. ROC ആൻഡ് ഏത് ROC നമ്മൾ പറഞ്ഞിട്ട് നമ്മളവിടെ ന്യൂഡൽഹി ROC എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഫോറിൻ കമ്പനി, നോ മാറ്റർ വേർ എവർ യു സ്റ്റാർട്ട് ദി കമ്പനി, നിങ്ങൾ ന്യൂഡൽഹി ROCൻ്റെ അണ്ടറിലാണ് നിങ്ങൾ ജുറിസ്ഡിക്ഷൻ വരിക എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളിവിടെ പ്ലേസ് ഓഫ് ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഉടനെ നമ്മൾ 8 ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ഫോം നമ്പർ FC1 ROCക്ക് കൊടുക്കാനുണ്ടായിരുന്നു. ഇതെന്താ അമെൻമെന്റ് അല്ല കേട്ടോ, അതൊരു ബാക്ക്ഗ്രൗണ്ട് റിവിഷൻ അമെൻമെന്റ്, വെരി സിമ്പിൾ അമെൻമെന്റ്. 8 ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ. നമ്മളെ കമ്പനിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ചാർട്ടർ, MOA, AOA, അത് ഇംഗ്ലീഷിലല്ല എങ്കിൽ അതിൻ്റെ സർട്ടിഫൈഡ് ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിലുള്ള കോപ്പി നമ്മൾ അയച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ 3 അഡ്രസ്സ് നമ്മൾ കൊടുക്കും. രജിസ്റ്റേർഡ് ഓഫീസ്, അതായത് പുറത്തുള്ള അഡ്രസ്സ്. പ്രിൻസിപ്പൽ ഓഫീസ്, നമ്മൾ ഇവിടെയുള്ള അഡ്രസ്സ്, ഇന്ത്യയുടെ അഡ്രസ്സ്. പ്രീവിയസ് ഒക്കേഷൻസിൽ നമ്മൾ എപ്പോഴൊക്കെ ഇന്ത്യയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, ഈ ഡീറ്റെയിൽസ് ഫുള്ള്. അപ്പോൾ MOA, പിന്നെ 3 അഡ്രസ്സ്, പിന്നെ ഡയറക്ടേഴ്സ്, സെക്രട്ടറിൻ്റെ ഡീറ്റെയിൽസ്. ഒരു ഓതറൈസ്ഡ് പേഴ്സൺ, ഇവിടെ ഇന്ത്യയിൽ ഡോക്യുമെന്റ്സ്, നോട്ടീസൊക്കെ റിസീവ് ചെയ്യാൻ ഓതറൈസ് ഉള്ള ഒരു പേഴ്സൺ നമ്മൾ പറഞ്ഞ്. പിന്നെ ഡയറക്ടേഴ്സും ഓതറൈസ്ഡ് പേഴ്സണും കൺവിക്റ്റഡ് അല്ല, ഡിബാർഡ് അല്ല, ഇന്ത്യയിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ, ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ലോയിലൊന്നും കൺവിക്റ്റഡ് അല്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റും. ലാസ്റ്റ് എനി അതർ ഇൻഫർമേഷൻ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്നുള്ള 8 ഇമ്പോർട്ടൻറ്റ് ഡാറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന FC1. ഇത് ആർക്ക് അയച്ചു കൊടുക്കണം? ROCക്ക് അയച്ചു കൊടുക്കണം എന്നായിരുന്നു പണ്ട് പറഞ്ഞിരുന്നത്. ഇപ്പോൾ പറയണത്, അമെൻമെന്റ് പറയണത് ROC സെൻട്രൽ രജിസ്ട്രേഷൻ സെന്റർ. ROC സെൻട്രൽ രജിസ്ട്രേഷൻ സെന്റർ. സി അമെൻമെന്റ്. അപ്പോൾ ഫോറിൻ കമ്പനിയുടെ റൂൾസിൽ റൂൾ നമ്പർ 3, സബ് റൂൾ 3, ദ വേർഡ് രജിസ്ട്രാർ, ഫോർ ദി വേർഡ് രജിസ്ട്രാർ, ദി വേർഡ്സ് രജിസ്ട്രാർ, സെൻട്രൽ രജിസ്ട്രേഷൻ സെന്റർ ഷാൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. നൗ ഈ സെൻട്രൽ രജിസ്ട്രേഷൻ സെന്റർ ക്യാ ഹൈ? ROCന്റെ അണ്ടറിലുള്ള ഒരു ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ്, സെൻട്രലൈസ് ചെയ്ത ഡിപ്പാർട്ട്മെന്റ്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ പ്രാക്ടിക്കലി ROCക്ക് തന്നെയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. ജസ്റ്റ് ഈ ഒരു വേർഡിങ്സ് ഇവിടെ ആഡ് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. സെൻട്രൽ രജിസ്ട്രേഷൻ സെന്റർ പണ്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ കമ്പനി ഇൻകോർപ്പറേഷൻ്റെ അവിടെയൊക്കെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ആരെ ഇഷ്യൂ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അന്ന് പറഞ്ഞിരുന്നു ROC സെൻട്രൽ രജിസ്ട്രേഷൻ സെന്റർ അവരാണ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളത്.
ഇപ്പോൾ അതൊക്കെ നമ്മുടെ ടെക്സ്റ്റിനൊക്കെ പോയി. ഇപ്പോൾ ഇവിടെ വീണ്ടും ഈ ഒരു വേർഡ് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സെൻട്രൽ രജിസ്ട്രേഷൻ സെൻറ്റർ, അവർക്കാണ് നമ്മളിത് അയച്ചു കൊടുക്കുക. അപ്പോൾ FC1-ൽ ഇതാണിപ്പോൾ ലേറ്റസ്റ്റ് പ്രൊവിഷൻസ്. ഡോക്യുമെൻറ്റ്സ് ഫോർ രജിസ്ട്രേഷൻ ബൈ ഫോറിൻ കമ്പനി ഷാൽ ബി ഡെലിവേർഡ് ടു ഇൻ FC1 ടു ROC സെൻട്രൽ രജിസ്ട്രേഷൻ സെൻറ്റർ. ദാറ്റ്സ് ഇറ്റ്. ഇതിൻ്റെ കൂടെ നമ്മൾ എന്തൊക്കെ കൊടുത്തിരുന്നു? നമ്മൾ RBIൻ്റെ അപ്രൂവൽ, ഇവിടെ അറ്റസ്റ്റഡ് കോപ്പി RBIൻ്റെ അപ്രൂവൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ FC1-ൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യും. കാരണം ഫോറിൻ കമ്പനിക്ക് പലപ്പോഴും അവരെ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് പുറത്താണ്, ഇന്ത്യയിൽ പ്ലേസ് ഓഫ് ബിസിനസ്. അപ്പോൾ പലപ്പോഴും ഫണ്ട് ട്രാൻസ്ഫർ നടക്കുന്നുണ്ടാകും. ആൻഡ് ഫെമയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, പല ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ് നമുക്ക് RBIൻ്റെ അപ്രൂവൽ വേണം. RBIൻ്റെ അപ്രൂവൽ കിട്ടിയെന്നും ഇനി RBIൻ്റെ അപ്രൂവൽ മാത്രമല്ല വേറെ ഏതെങ്കിലും റെഗുലേറ്റേഴ്സിൻ്റെ അപ്രൂവൽ നിങ്ങൾക്ക് റിക്വയർഡ് ആണെങ്കിൽ അതും നമ്മൾ FC1-ൻ്റെ കൂടെ അയച്ചു കൊടുക്കും. ഇഫ് വേറെ റെഗുലേറ്റേഴ്സിൻ്റെ അപ്രൂവൽ റിക്വയർഡ് അല്ലെങ്കിൽ അയച്ചു കൊടുക്കണ്ട എന്നുള്ളതല്ല പറയുന്നത്, നമുക്ക് ആ അപ്രൂവൽ റിക്വയർഡ് അല്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അയച്ചു കൊടുക്കും, ഡിക്ലറേഷൻ കൊടുക്കും. സോ FC1 ഇതാണ് നമ്മുടെ മെയിൻ ഡോക്യുമെൻറ്റ്. അതിൻ്റെ കൂടെ RBIൻ്റെ അപ്രൂവൽ നമ്മൾ ഇതിൻ്റെ കൂടെ അയച്ചു കൊടുക്കും. ഇതൊക്കെ റിവിഷനാണ്, ഇത് അമെൻമെൻ്റ് അല്ല. ഇനി സെക്കൻഡ് പോയിന്റ്, ഏതെങ്കിലും റെഗുലേറ്ററിൻ്റെ അപ്രൂവൽ റിക്വയർഡ് ആണെങ്കിൽ അത് അയച്ചു കൊടുക്കും. റിക്വയർഡ് അല്ലെങ്കിൽ വിൽ കീപ്പ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓർ എ ഡിക്ലറേഷൻ. FC1 along with fees and documents required to be furnished, the application shall also be supported with attested copy of approval of RBI and from other regulators if any approval is required. Or a declaration from authorized representative that no such approval is required. ഈ authorized representative വരെ നമ്മൾ നേരത്തെ 8 ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡയറക്ടർ, സെക്രട്ടറി, ഓതറൈസ്ഡ്, ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ്, അവർ ഡിക്ലറേഷൻ കൊടുക്കും, നമുക്ക് അപ്രൂവൽ ഒന്നും റിക്വയർഡ് അല്ല. ദാറ്റ്സ് ഇറ്റ്. എൻജോയ്. അമെൻമെൻറ്റ് കഴിഞ്ഞു. സച്ച് മെയിൻ അമെൻമെൻറ്റ് കഴിഞ്ഞു. കാര്യമായിട്ട് എന്താ, ROC മാറി, ROC സെൻട്രൽ രജിസ്ട്രേഷൻ സെൻറ്ററായി. ഇനി പഴയ എഡിഷൻ ടെക്സ്റ്റ്, ICNA ടെക്സ്റ്റ് യൂസ് ചെയ്തിരുന്ന ആൾക്കാർ, ഇപ്പോൾ നമ്മൾ May 25 എഡിഷൻ ടെക്സ്റ്റ് വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളുണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, കുറേ ക്വസ്റ്റ്യൻസ് പല ചാപ്റ്ററിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് പോയിരുന്നു. പിന്നെ ഫോം നമ്പേഴ്സ് കുറേ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഏതൊക്കെ? സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത് ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ ഇട്ടിട്ടുള്ളത് നമ്മൾ പഴയ ടെക്സ്റ്റാണ്, റൈറ്റ് സൈഡിലുള്ളത് നമ്മൾ പുതിയ ടെക്സ്റ്റാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ പഴയ ടെക്സ്റ്റിൽ പേജ് നമ്പർ 2.22-ൽ നമ്മൾ സെക്ഷൻ 8 കമ്പനിയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രൊവിഷൻസ് പറയുന്നുണ്ട്, സെക്ഷൻ 8 കമ്പനിയുടെ ഇൻകോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അവിടെ സെക്ഷൻ 8 കമ്പനിയുടെ MOA INC 13 ഉണ്ടാവുക, AOA INC 31 ഉണ്ടാവുക എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഇഫ് റിമെമ്പർ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഞാൻ പറയാം, നമ്മുടെ ടെക്സ്റ്റിലുള്ള പല ഫോം നമ്പേഴ്സും എല്ലാം ഇമ്പോർട്ടൻ്റ് അല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോം നമ്പേഴ്സ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇത് ഈ അമെൻമെൻറ്റും ഈ May 25 എക്സാമിൻ്റെയും മുന്നേ January 25 പഠിച്ച സ്റ്റുഡൻസ് September 24 പഠിച്ച എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നു, ഈ INC 13 INC 31 അതൊന്നും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. വേറെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫോം നമ്പേഴ്സ് ഉണ്ടായിരുന്നു, അത് നമ്മൾ പ്രിസ്ക്രൈബും ചെയ്തു. ഇത് ഇപ്പോൾ പുതിയ എഡിഷൻ ടെക്സ്റ്റ് കംപ്ലീറ്റ്ലി ഡിലീറ്റ് ചെയ്തു. MOA AOA കൊടുക്കുക, ദാറ്റ്സ് ഇറ്റ്. പിന്നെ നമ്മൾ ഒരു പ്രൊഫഷണലിൻ്റെ ഡിക്ലറേഷൻ കൊടുക്കുക, CA CMA CS എന്ത് INC 14-ൽ and by each of the persons making the application INC 15. ഇതും ഈ 2 ഫോം നമ്പേഴ്സും ഇവിടെ ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ ജസ്റ്റ് ആ ഒരു ഡിക്ലറേഷൻ കൊടുക്കുക എന്നുള്ള പോയിന്റ് മാത്രമേ മെൻഷൻ ചെയ്യുന്നുള്ളൂ. സോ ആ ഫോം നമ്പേഴ്സ് പോയി. ഫോം നമ്പേഴ്സ് പ്രാക്ടിക്കലി ഇപ്പോഴും നിയമത്തിലുണ്ട്, നമ്മൾ ടെക്സ്റ്റ് അത് ഒഴിവാക്കി, നമ്മളിപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. മൂവിങ് ഓൺ ഡയറക്ട്ലി അടുത്ത അമെൻമെൻറ്റ് സെക്ഷൻ 43. സെക്ഷൻ 43 എന്തെങ്കിലും സാധനം കൈൻഡ്സ് ഓഫ് ഷെയർസ് ആയിരുന്നു. കൈൻഡ്സ് ഓഫ് ഷെയർസിൽ നമ്മൾ 2 ഐറ്റം ക്ലാസിഫൈ ചെയ്തിരുന്നു, ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ് നമ്മൾ സെക്ഷൻ 55-ലായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഇക്വിറ്റി ഷെയർസിൻ്റെ അവിടെ തന്നെ 43 മെയിൻലി വാസ് ടോക്കിംഗ് അബൌട്ട് ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ റൈറ്റ്സ്, ഡിഫറൻഷ്യൽ വോട്ടിംഗ് ആയിട്ടുള്ള ഷെയർസ് ഇഷ്യൂ ചെയ്യാനുള്ള കണ്ടീഷൻസ് ഒക്കെ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ അമെൻമെൻറ്റ് എന്താ, അഗെയിൻ ഒരു ഡിലീഷനാണ്. 43-ൽ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ ആവില്ല 2 കമ്പനീസിന്. IFSC കമ്പനിക്ക് ആപ്ലിക്കബിൾ ആവില്ല, പ്രൈവറ്റ് കമ്പനിക്ക് ആപ്ലിക്കബിൾ ആവില്ല. IFSC പബ്ലിക് കമ്പനി എന്നാണ് ഇവിടെ വേർഡ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താ, IFSC പ്രൈവറ്റ് കമ്പനിക്ക് ആപ്ലിക്കബിൾ ആവില്ല, കാരണം പ്രൈവറ്റ് കമ്പനിക്ക് ഓൾറെഡി ആപ്ലിക്കബിൾ ആവില്ല. പ്രൈവറ്റ് കമ്പനി നിങ്ങൾ എവിടെ സ്റ്റാർട്ട് ചെയ്താലും, IFSCയിൽ സ്റ്റാർട്ട് ചെയ്താലും IFSCന് പുറത്ത് സ്റ്റാർട്ട് ചെയ്താലും ആപ്ലിക്കബിൾ ആവില്ല. ഇനി IFSCയിൽ നിങ്ങൾ ഒരു പബ്ലിക് കമ്പനി സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്കും ആപ്ലിക്കബിൾ ആവില്ല. വി ആർ നോട്ട് സെയിങ് ഡയറക്ട്ലി ആപ്ലിക്കബിൾ ആവില്ല എന്നുള്ളതല്ല പറയണത്. വേർ ദി MOA or AOA of such company provides for it.
ഈ കമ്പനിയുടെ മെമ്മറാൻഡത്തിൽ അല്ലെങ്കിൽ ആർട്ടിക്കിൾസിൽ പറയുകയാണ് സെക്ഷൻ 43 നമ്മൾക്ക് ആപ്ലിക്കബിൾ ആവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കബിൾ ആവില്ല. അപ്പോൾ MOA ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ആപ്ലിക്കബിൾ ആവും. അമെൻമെന്റ് എന്താ? പണ്ട് പ്രൈവറ്റ് കമ്പനിക്ക് ഈ എക്സെപ്ഷൻ എലിജിബിൾ ആവണമെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനെ MOA ഇങ്ങനെ എഴുതണമെങ്കിൽ, ആപ്ലിക്കബിൾ ആവില്ല എന്ന് എഴുതണമെങ്കിൽ നിങ്ങൾ ഡിഫോൾട്ട് ഉണ്ടാവാൻ പാടില്ല. വിച്ച് ഹാസ് നോട്ട് കമ്മിറ്റഡ് ഡിഫോൾട്ട്. എന്തിന്റെ ഡിഫോൾട്ട്? 2 ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് ഒരു കമ്പനി എല്ലാ വർഷവും ROCക്ക് സബ്മിറ്റ് ചെയ്യുന്ന 2 ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് വി ഹാവ് ഡിസ്കസ്ഡ് അണ്ടർ സെക്ഷൻ 129. ഇത് ROCക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളത് 137 പറയണത്. ആനുവൽ റിട്ടേൺ ഇത് സെക്ഷൻ 92 പറയണത്. ഇത് MGT 7 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, AOC 4, MGT 7, പിന്നെ OPCക്കും സ്മോൾക്കും അബ്രിജ്ഡ് ആനുവൽ റിട്ടേൺ MGT 7 നമ്മൾ ജസ്റ്റ് RTP അമെൻമെന്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ റിവിഷൻ കൂടി ചെയ്ത് പോവാട്ടോ. MGT 7 അബ്രിജ്ഡ് ആനുവൽ റിട്ടേൺ. ഓക്കെ, അപ്പോൾ FSന്റെ ഫയലിംഗിൽ ഡിഫോൾട്ട് ഇല്ല, അല്ലെങ്കിൽ ARന്റെ ഫയലിംഗിൽ ഡിഫോൾട്ട് ഇല്ലെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് MOA എഴുതി വെക്കാൻ പറ്റുള്ളൂ. സെക്ഷൻ 43 ആപ്ലിക്കബിൾ ആവില്ല. ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, അതായത് ഈ എക്സെപ്ഷന് നിങ്ങൾ എലിജിബിൾ ആവണമെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പൊ ആ കണ്ടീഷൻ എടുത്ത് ഡിലീറ്റ് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. നമ്മൾ പുതിയ ടെക്സ്റ്റിൽ 43 ഷാൽ നോട്ട് അപ്ലൈ IFSC പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി. എപ്പോൾ അവർ MOA അല്ലെങ്കിൽ AOA അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 43 ആപ്ലിക്കബിൾ ആവില്ല. പ്രൊവിഷൻ ഒന്നുകൂടി നമുക്ക് സിലബസ് പോയിന്റ് ഓഫ് വ്യൂ സിമ്പിൾ ആക്കി. ആ കണ്ടീഷൻ ഒന്നും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. സെയിം അമെൻമെന്റ് സെക്ഷൻ 47 കൊണ്ടുവന്നു. 47 എന്ത് ചെയ്യുന്നു? വോട്ടിംഗ് റൈറ്റ്സ് ചെയ്യുന്നു. വോട്ടിംഗ് റൈറ്റ്സ് ഇക്വിറ്റിക്കാണ് എപ്പോഴും ഉണ്ടാവുക. പ്രിഫറൻസിന് അവരെ ബാധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോണ്ടാവും. ഇനി അവർ ഡിവിഡൻഡ് അരിയർ ആണെങ്കിൽ 2 or more than 2 years അരിയർ ആണെങ്കിൽ വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവും. എല്ലാം പറഞ്ഞിട്ട് പിന്നെ പറയാണ് 47 ഷാൽ നോട്ട് അപ്ലൈ IFSC പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി അവർ ആനുവൽ റിട്ടേൺ FSന് ഡിഫോൾട്ട് ഉണ്ടാവാൻ പാടില്ല. ആ കണ്ടീഷൻ എടുത്ത് ഒഴിവാക്കി. പുതിയ ടെക്സ്റ്റിൽ ജസ്റ്റ് ഡയറക്റ്റ്ലി 47 ആപ്ലിക്കബിൾ ആവില്ല IFSCക്ക് പ്രൈവറ്റ് കമ്പനിക്ക്. ദാറ്റ്സ് ഇറ്റ്. പേജ് നമ്പർ 4.17 പുതിയ ടെക്സ്റ്റ്. പഴയ ടെക്സ്റ്റ് 4.18. ബാക്കിയുള്ളതൊക്കെ ഓൾമോസ്റ്റ് സെയിം പേജ് നമ്പർ ആയിരുന്നു. ഇത് പേജ് നമ്പർ 4.10 ഇവിടെ പേജ് നമ്പർ 4.10 പഴയ ടെക്സ്റ്റിലും പുതിയ ടെക്സ്റ്റിലും. അപ്പോൾ ഈ FSAR ഫയലിംഗിന്റെ ഡിഫോൾട്ട് എന്നുള്ള കണ്ടീഷൻ എടുത്ത് ഒഴിവാക്കി പ്രൈവറ്റ് കമ്പനിക്ക്. 43 അതായത് മറ്റേ ഇക്വിറ്റി ഡിഫറൻഷ്യൽ റൈറ്റ്സിലെ ഷെയർസിന്റെ അവിടെയും 47 വോട്ടിംഗ് റൈറ്റ്സിന്റെ അവിടെയും. പിന്നെ സെക്ഷൻ 46 അതെന്താ സംഭവം? ഷെയർ സർട്ടിഫിക്കറ്റിന്റെ സെക്ഷൻ ആയിരുന്നു. അവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള കണ്ടീഷൻസ് പ്രിസ്ക്രൈബ് ചെയ്തിരുന്നു. ഡ്യൂപ്ലിക്കേറ്റ് ഷെയർ സർട്ടിഫിക്കറ്റ് അവിടെ പറഞ്ഞിരുന്നത്, നിങ്ങൾ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തിട്ട്, ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ നിങ്ങൾ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് വിത്തിൻ 45 days നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് തരും. അൺലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് വിത്തിൻ 3 months നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് തരും. ഇതായിരുന്നു പ്രൊവിഷൻ. വാട്ട് ഹാപ്പൻഡ് വാസ്, നമ്മുടെ പഴയ ടെക്സ്റ്റിൽ അൺലിസ്റ്റഡ് കമ്പനി 3 months കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലിസ്റ്റഡ് കമ്പനി 15 days എന്നായിരുന്നു പറഞ്ഞിരുന്നത് പഴയ ടെക്സ്റ്റിൽ. ഇത് ക്ലറിക്കൽ മിസ്റ്റേക്ക് ചെയ്യുന്നു. ഇഫ് എൻ്റെ ഈ January 25 എക്സാം വരെ ക്ലാസ് അറ്റൻഡ് സ്റ്റുഡൻസ് ഓർമ്മ ഉണ്ടെങ്കിൽ നമ്മൾ അത് ടെക്സ്റ്റിൽ പഠിപ്പിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. MCAന്റെ സൈറ്റ് പാരലലി ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തന്നിരുന്നു 15 എന്നുള്ളത് പഴയ പ്രൊവിഷനാണ്. അത് കുറേ മുന്നേ അമെൻമെന്റ് വന്നിട്ട് 45 days ആക്കിയിട്ടുണ്ട്. അപ്പോൾ 15 എന്നുള്ള ടെക്സ്റ്റിൽ മിസ്റ്റേക്ക് ആണ്. ഇവിടെ ലിസ്റ്റഡ് കമ്പനി 45 days, അൺലിസ്റ്റഡ് കമ്പനി 3 months. എന്താടാ സാർ ആ ടോപ്പിക് എന്താ മനസ്സിലായില്ല? നിങ്ങൾ ഷെയർ സർട്ടിഫിക്കറ്റ് മിസ്സായി പോയി, നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വേണം. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ കുറേ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാനുണ്ട്. എ പ്രൂഫ് ടു ദി സാറ്റിസ്ഫാക്ഷൻ ഓഫ് കമ്പനി, ID പ്രൂഫ്, ഇൻഡെംനിറ്റി ബോണ്ട്, ഇതെല്ലാം സബ്മിറ്റ് ചെയ്യണം. അതൊക്കെ സബ്മിറ്റ് ചെയ്താൽ കമ്പനി നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഷെയർ സർട്ടിഫിക്കറ്റ് എപ്പോഴാണ് ഇഷ്യൂ ചെയ്യുക? ഒരു ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ ഈ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് വിത്തിൻ 45 days. പഴയ ടെക്സ്റ്റ് പറഞ്ഞിരുന്നത് 15 days ആണ്, മിസ്റ്റേക്ക് ആണ്. വിത്തിൻ 45 days. അൺലിസ്റ്റഡ് കമ്പനി വിത്തിൻ 3 months. അത് പുതിയ ടെക്സ്റ്റിൽ കറക്റ്റായിട്ട് മിസ്റ്റേക്ക് റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. അൺലിസ്റ്റഡ് കമ്പനി വിത്തിൻ 3 months, listed company within 45 days. Duplicate share certificate provision. Last, the most amazing good news, section 148 cost audit. This used to be a very cute section. നമ്മളെ ന്യൂ സിലബസ് വരുന്നതിന് മുന്നേ, ന്യൂ സിലബസ് വന്നു കഴിഞ്ഞ് ടെക്സ്റ്റിലും ടുമോ ICA എന്തൊക്കെ ചേർക്കണം എന്നുള്ള അറിയില്ല. എന്തൊക്കെ മൊത്തം കുത്തിക്കൊള്ളിച്ച് എന്തൊക്കെയാണ് ചേർത്തിരുന്നത്. ഇപ്പം അതൊക്കെ എടുത്ത് ഒഴിവാക്കുകയും ചെയ്തു. അപ്പോൾ കോസ്റ്റ് ഓഡിറ്റ്, അവിടെ 2 സാധനങ്ങളുണ്ടായിരുന്നു. കോസ്റ്റ് റെക്കോർഡ്സ് ആര് മെയിൻറ്റെയിൻ ചെയ്യണം, കോസ്റ്റ് ഓഡിറ്റ് ആർക്കൊക്കെ കമ്പൽസറി, കോസ്റ്റ് റെക്കോർഡ്സ് ആരൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, CG പ്രിസ്ക്രൈബ് ചെയ്ത കമ്പനീസ്, ടേബിൾ A പ്രോഡക്ട്സ് അല്ലെങ്കിൽ സർവീസ്, അതിൻ്റെ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ, ടേബിൾ B എന്നൊക്കെ പറഞ്ഞിട്ട് 2 ക്ലാസിഫിക്കേഷൻ ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ ഇപ്പോൾ ചേഞ്ചസ് എന്തൊക്കെയാണ് വന്നു? CG പ്രിസ്ക്രൈബ് ചെയ്ത കമ്പനീസ്, എൻഗേജ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്, പ്രൊവിഷൻ ഓഫ് സർവീസസ്, ടേബിൾ A ടേബിൾ Bയിൽ പറഞ്ഞിട്ടുള്ളത് അവർ ഓവറോൾ ടേൺ ഓവർ 35 CR above ഉണ്ടെങ്കിൽ എന്നൊക്കെ അതൊക്കെ മെൻഷൻ ചെയ്ത് അവിടെയൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി ഈ
കോസ്റ്റ് ഓഡിറ്റ് എപ്പോൾ ചെയ്യണം എന്നുള്ളൊരു ക്രൈറ്റീരിയ പറയുന്നുണ്ടായിരുന്നു. ടേബിൾ എ ഐറ്റംസിൻ്റെ കോസ്റ്റ് ഓഡിറ്റ് എപ്പോൾ ചെയ്യണം, ടേബിൾ ബീൻ്റെത് എപ്പോൾ ചെയ്യണം എന്നൊക്കെ, അതൊക്കെ കംപ്ലീറ്റ്ലി നമ്മൾ പുതിയ ടെക്സ്റ്റിനടുത്ത് ഒഴിവാക്കി. സാർ നമ്മളിത് കഷ്ടപ്പെട്ട് പഠിച്ചിരുന്നു സാർ, അതൊക്കെ പോയി നമുക്ക് ഭയങ്കര സങ്കടം. പഠിച്ചു കുഴപ്പമില്ല. ഐ മീൻ കമോൺ ശരി. ആൻഡ് ഇവിടെ ഐ വുഡ് എന്താ പറയുക, ഇതിന് മുന്നേ 2019 ICAI ചില ടോപ്പിക്സ് ഡിലീറ്റ് ചെയ്ത് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിരുന്നു. CA ഇൻ്ററിൽ 2019 ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ തൊട്ടടുത്ത എക്സാമിൽ അവർ ആ ഡിലീറ്റഡ് ടോപ്പിക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. തൊട്ടടുത്ത എക്സാമിൽ. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഡയറക്റ്റ്ലി ചെയ്യാൻ പാടില്ല. നൗ സാറെ പേടിപ്പിക്കില്ല നിങ്ങൾ. അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് ചോദിക്കുന്ന ഐ ഡോണ്ട് നോ. നമ്മൾ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ നിങ്ങളിത് പഠിച്ചിട്ടില്ല, ഫ്രഷ് ആയിട്ട് പഠിക്കാൻ നിൽക്കണമെങ്കിൽ കുറേ ടൈം റിക്വയർഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ചെയ്യുന്ന ഈ സാധനം അത്ര വേർത്തല്ല. വെറുതെ ടൈം അത്ര സ്പെൻഡ് ചെയ്യാൻ നിൽക്കണ്ട. ചോദിക്കാൻ പാടില്ല. ICAI പറ്റിക്കോ? അറിയില്ല, ഐ ഡോണ്ട് നോ. ഓക്കെ, അപ്പോൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഈ റിക്വയർമെൻറ്റ് കംപ്ലീറ്റ്ലി പോയി. കോസ്റ്റ് റെക്കോർഡ്സിൻ്റെ എക്സെപ്ഷൻ, ആർക്കൊക്കെ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട. അപ്പോൾ കോസ്റ്റ് റെക്കോർഡിൻ്റെ ആപ്ലിക്കബിലിറ്റി നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു, അതിൻ്റെ എക്സെപ്ഷനും ഉണ്ട്. പിന്നെ കോസ്റ്റ് ഓഡിറ്റിൻ്റെ ആപ്ലിക്കബിലിറ്റി പഠിക്കാനില്ല, കോസ്റ്റ് ഓഡിറ്റിൻ്റെ എക്സെപ്ഷനും നമുക്ക് അപ്പോൾ പഠിക്കാനില്ല. പിന്നെ എല്ലാ സിമ്പിൾ ടോപ്പിക്സ് മാത്രം അവിടെ റീറ്റെയിൻ ചെയ്തു. ആർക്കാ ചെയ്യാൻ പറ്റുക? കോസ്റ്റ് അക്കൗണ്ടിനെ ചെയ്യാൻ പറ്റുക. 2 Clause 28 പറഞ്ഞ പ്രകാരമുള്ള കോസ്റ്റ് അക്കൗണ്ടിന് കോസ്റ്റ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് അവർ കംപ്ലൈ ചെയ്യണം. പിന്നെ 139 അപ്പോയിന്റ് ചെയ്ത ചാർട്ടേഡ് അക്കൗണ്ടന്റ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ചെയ്യുന്ന ആൾക്ക് ഇത് എന്താണ് കോസ്റ്റ് ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ക്വാളിഫിക്കേഷൻ, ഡിസ്ക്ലോഷൻ, റൈറ്റ്സ്, ഡ്യൂട്ടീസ് ഇതൊക്കെ സെയിം ആണെന്നുള്ള 141 അവിടെ പറഞ്ഞ സെയിം സാധനങ്ങളാണ് ഇവർക്ക് ആപ്ലിക്കബിൾ ആവുക. 143 പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് അതൊക്കെ ഇവർക്ക് സെയിം ആണ്. പിന്നെ ഓഡിറ്റ് കമ്മിറ്റി റിക്വയർഡ് ആയിട്ടുള്ള ആൾക്കാർ അവരാണ് ഇതിൻ്റെ അപ്പോയിൻമെൻറ്റ് കാര്യങ്ങളൊക്കെ അവർ നോക്കുക എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ സെയിം തന്നെയാണ്. ഫോം നമ്പേഴ്സ് ഫുള്ള് ഡിലീറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ CRA 2 സബ്മിറ്റ് ചെയ്യുക, കാര്യങ്ങൾ ഫുൾ അതൊക്കെ പോയി. അപ്പോൾ ഈ റിക്വയർമെൻറ്റ് ഇത് എത്ര ടൈമിൽ ഒരു അപ്പോയിൻമെൻറ്റ് ചെയ്യുക അതൊക്കെ പോയി, എത്ര പീരീഡ് വരെ ടെനർ അവർ ഹോൾഡ് ചെയ്യുക അതൊക്കെ പോയി, റിമൂവലിൻ്റെ പ്രൊസീജിയർ എന്താ അത് പോയി, കാഷ്വൽ വേക്കൻസി എത്ര ടൈമിൽ ഫിൽ ചെയ്യും അത് പോയി, കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് അതിൻ്റെ ഫോം നമ്പർ CRA 3 അത് പോയി, അവരെപ്പോൾ സബ്മിറ്റ് ചെയ്യും, കോസ്റ്റ് ഓഡിറ്റർ കമ്പനിക്ക് എപ്പോൾ സബ്മിറ്റ് ചെയ്യും അത് പോയി. കമ്പനി CGക്ക് ഇത് എപ്പോൾ അയച്ചു കൊടുക്കണം അതിപ്പോഴും പറയുന്നുണ്ട്. കമ്പനി CGക്ക് ഇത് വിത്തിൻ 30 days അയച്ചു കൊടുക്കുക. അവിടെ ഫോം നമ്പറൊക്കെ പോയി. മെയിൻലി 4 ഫോം നമ്പേഴ്സ് നമുക്കിവിടെ പഠിക്കാനുണ്ടായിരുന്നു. മെയിൻലി 4 ഫോം നമ്പേഴ്സ് അതൊക്കെ ഇപ്പോൾ നമ്മൾ ന്യൂ ടെക്സ്റ്റിൽ എടുത്ത് ഒഴിവാക്കി. ബാക്കി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സംഭവങ്ങളൊക്കെ ഫുൾ എടുത്ത് ഒഴിവാക്കി. ഇത് പിന്നെ അവർ കൺസെൻറ്റും തരണം, സർട്ടിഫിക്കറ്റ് തരണം, ഞാൻ എലിജിബിൾ ആണ്, ഡിസ്ക്വാളിഫൈഡ് അല്ല, അപ്പോയിൻമെൻറ്റ് ആസ് പെർ ദി വിത്തിൻ ദി ലിമിറ്റ് ആണ്, ആസ് പെർ ദി ടേംസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ 139 പറഞ്ഞിരുന്നു. അതൊക്കെ ഇവർക്ക് ആപ്ലിക്കബിൾ ആയിരുന്നു. അതൊക്കെ പോയി. അപ്പോൾ ഇപ്പോൾ 147 പറഞ്ഞിട്ടുള്ള പണിഷ്മെൻറ്റ് ഇവർക്കും ആപ്ലിക്കബിൾ ആവും. ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിൻ്റെ 147 പണിഷ്മെൻറ്റ് പറഞ്ഞിരുന്നത് അത് കോസ്റ്റ് ഓഡിറ്റിന് സെയിം ആപ്ലിക്കബിൾ ആവും. സോ ഇപ്പോൾ ക്യൂട്ടായിട്ടുള്ള ടോപ്പിക്സ് മാത്രം ഇവിടെ റീറ്റെയിൻ ചെയ്ത് ബാക്കി പ്രൊവിഷൻസ് എല്ലാം ഡിലീറ്റ് ചെയ്തു. സോ ദിസ് വാസ് ജസ്റ്റ് എ ക്വിക്ക് അപ്ഡേറ്റ് അബൌട്ട് എന്തൊക്കെയാണ് അമെൻമെൻറ്റ്സ് നമുക്ക് May 25 ഉള്ളത് എന്നുള്ളത്. ഇഫ് യു ഫൗണ്ട് ദിസ് യൂസ്ഫുൾ ഡെഫിനറ്റ്ലി ഒരു ലൈക്ക് ഇടുക ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇനി ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഇതിൽ RTPയിലുള്ള സാധാരണ നമ്മൾ എപ്പോഴും ചെയ്യണ മാതിരിയുള്ള RTPയിലുള്ള ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ബൈ.